Lakshmi's food court. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് മീൻ മുളകിട്ടതാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് മീൻ മുളകിട്ടത് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് നമുക്ക് വാളംപുളി ഇട്ടും ചെയ്യാം, സെയിം റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതുപോലെ ചെയ്തോളൂ. ഞങ്ങൾക്ക് കുടംപുളിയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് കുടംപുളി ഇട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാളംപുളി ഉപയോഗിക്കാം. ഞാൻ ആദ്യം വേണ്ടത് 1/2 കിലോ മീൻ, ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിത് നല്ലപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത്, ഞാനൊരു സവാള എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10-15 എടുക്കുക. 1/2 കിലോ മീനാണ് ഞാൻ എടുത്തേക്കണത്, അതിനനുസരിച്ച് ഞാൻ ഈ പറയുന്നത്. 10-15 ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഷാലറ്റ്സ്. ഞാൻ സവാള എടുക്കുന്നത്. ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. പുളിപ്പ് കുടംപുളി നമ്മൾ ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. തക്കാളി വേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. 2 മുളക്, പച്ചമുളക് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മുളകിന് എരിവ് കുറവുണ്ട്, ഇത്ര എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അല്ല, ഞാൻ ചതച്ചെടുത്തേക്കണേ. അപ്പം 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കണത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ വെറും കാശ്മീരി മുളക് മാത്രം എടുക്കുക. പിന്നെ എരിവ് നല്ലോണം വേണമെങ്കിൽ റെഗുലർ മുളക് പൊടി മാത്രം എടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. 4-5 കുടംപുളിയുടെ ഇതെടുത്ത്, ഞാൻ എൻ്റെ ചെറിയ ചെറിയ അല്ലികളാണ്, ഇതുപോലെയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തേക്കണത്. ഇത്രയും വലിയതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3-4 മതിയാവും. പിന്നെ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം. അത്രയും ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കുക. നമ്മുടെ പാൻ ചൂടായി, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉലുവയൊക്കെ മൂത്തിട്ടുണ്ടാവും. ഫ്ലെയിം കുറച്ചിട്ടോളൂ, ഒരുപാടാക്കി ഉലുവ കരിയണ്ട. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പേസ്റ്റെല്ലാം ഞാൻ ചതച്ചതാണ്, അതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കോട്ടെ. ഉലുവ ഇഷ്ടമല്ലാത്തവർക്ക് ഉലുവയുടെ പൊടി ചേർക്കാം കേട്ടോ. കാരണം എൻ്റെ മോളിടയ്ക്ക് അത് പെറുക്കി കളയും, വായിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കൂല. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ചേക്കണ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഉള്ളിയെന്ന് ഞാൻ പറയാൻ കാരണം സവോളയാണോ ഷാലറ്റാണോ ഇഷ്ടമുള്ളത് എടുക്കുക, അതുകൊണ്ടാണ്. സവാള ഒരുപാട് കിടന്ന് മൂക്കുവോ മൊരിയൊന്നും വേണ്ട. ഒന്ന് വഴറ്റി നല്ലപോലെ അതിൻ്റെ ആ ഒരു വെന്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ട്രാൻസ്ലൂസൻ്റ് ആവുന്നൊരവസ്ഥ, അത്ര ആയാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും പൊടികളും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല പകുതി ചേർത്താൽ മതി, കുറച്ചെടുത്ത് വെക്കണം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ചേർത്ത് ഇളക്കണം. ഇനി ഈ പൊടി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കും എന്നൊരു പേടിയുള്ളവർക്ക് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ചെയ്തിട്ട് അതിൽ ഈ പൊടികളിട്ടിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുന്ന പോലെ ഒരു തിക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്, എനിക്കിവിടെ കരിഞ്ഞു പിടിക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ചേർത്തതാണ്. ഒന്നാമത്തെ കേസ് ഞങ്ങൾ റെഗുലറായിട്ട് ഫിഷ് കറി വെക്കുന്ന ആൾക്കാരല്ല, അതുകൊണ്ടാണ് ചട്ടിയൊന്നും വാങ്ങി വയ്ക്കാത്തത്. ഇവിടെ ഫിഷ് കറിയൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല, ഞാൻ റയറായിട്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. കപ്പയ്ക്കോ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കൂടെ കഴിക്കാം. മസാലയുടെ പച്ചമണം നല്ലപോലെ പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ തക്കാളി ഇട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുക. കുടംപുളി ചേർക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളം അങ്ങനെ ഒഴിച്ചോളൂ. എന്നിട്ട് എക്സ്ട്രാ നമുക്ക് വെള്ളം വേണ്ടത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നോൺ വെജ് കഴിക്കാത്തവരെ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഉപ്പിൻ്റെ അളവൊക്കെ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്തോളൂ. ഉപ്പും മുളക് പൊടിയൊക്കെ ഒരു പൊടിക്ക് മേലെ നിൽക്കണം, എന്നാലേ മീൻ ഇടുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. നോൺ വെജ് കഴിക്കുന്നവർക്ക് പിന്നെ മീൻ ഇട്ടാലും ചെക്ക് ചെയ്യാമല്ലോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഒരു 5 മിനിറ്റ് നല്ലപോലെ കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാടിട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തുന്ന തരത്തിലാക്കി കൊടുത്ത ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു 10 മിനിറ്റോളം ഇത് തിളയ്ക്കണം. ആദ്യം ഒരു തിള വന്നോട്ടെ. ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്തോളണം. മീൻ ചേർത്ത ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ തുറന്ന് വെച്ച് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് അടച്ച് വെച്ചും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ട്, നമ്മുടെ കറി ഒരു 10 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ പുറത്തേക്ക് തെളിഞ്ഞു വന്നു കണ്ടോ. ഇനി ഈ കറി നാളെ എടുക്കാനായിരിക്കും നല്ലത്. വെള്ളം ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ, ഗ്രേവി കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇത് വറ്റിച്ചെടുക്കാം. അല്ല കുറച്ച് നല്ലോണം ഗ്രേവി വേണ്ട കറിയായിട്ടാണ് വെക്കണമെങ്കിൽ, നല്ലപോലെ ഗ്രേവി ആവശ്യമുള്ളതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബാക്കിയുള്ള കറിവേപ്പിൻ്റെ ഇലയും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. എന്തായാലും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. ഇത് മിനിമം ഒരു 4-5 മണിക്കൂർ ഇരുന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഞാനിത് നാളെ ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയേക്കണതാണ്. ഇന്ന് രാത്രിയാണ് ഉണ്ടാക്കിയേക്കണത്. അങ്ങനെ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ അടുത്ത ദിവസം എടുത്താലായിരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക. ഇനി നാളെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. നമ്മുടെ മീൻ മുളകിട്ടത് കണ്ടോ, നെക്സ്റ്റ് ഡേയിലത്തെ അവസ്ഥയാണ്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി. ഞാൻ അല്പം കൂടി അതിൻ്റെ അകത്ത് ഗ്രേവി വറ്റിച്ച് കളഞ്ഞായിരുന്നു. കാരണം ഞങ്ങൾക്കിവിടെ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി വേണ്ട, അതുകൊണ്ട്. എന്നാലും ഇപ്പോൾ നല്ലൊരു കുടംപുളിയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചട്ടിയുള്ളവർ ചട്ടിയിൽ വയ്ക്കുക. താങ്ക് യു.